വിജയ് സേതുപതിയുടെ 50ാമത്തെ പടം മഹാരാജ ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടു. വളരെ മികച്ചൊരു സിനിമയാണ്. വിജയ് സേതുപതി ഒരു നായകനായിട്ട് തിരിച്ചു വരുന്ന ഒരു സിനിമ. അദ്ദേഹത്തിൻ്റെ ഒരു 2 ഷെയ്ഡിലുള്ള കഥാപാത്രം അത് ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡയറക്ഷൻ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രാജഡിയിൽ നിന്നൊക്കെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കതിങ്ങനെ കാണാം. 2 ആംഗിളിൽ കഥ പറഞ്ഞു വന്ന് ആ കഥ ഒരാളുടെ കഥയായിട്ട് മാറൊക്കെ ചെയ്യുന്ന രസകരമായ കണക്ഷൻ ഉണ്ടായിരുന്നു. 2 കാലഘട്ടത്തിലെ കഥ ഒന്നിച്ച് പറയുന്നൊക്കെ ഉണ്ട്. ഇതിൽ അനുരാഗ് കശ്യപിൻ്റെ ക്യാരക്ടർ 2 ലെയറുള്ള ക്യാരക്ടറാണ്. ഒരു ഫാമിലി ലെയറും മറ്റൊരു ലെയറും കൂടി ഒരു ക്യാരക്ടർ. അത് ഗംഭീര ക്യാരക്ടറാണ്. അദ്ദേഹം നന്നായിട്ടത് കൺസീവ് ചെയ്തിട്ടുണ്ട്. അത്ര നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ മലയാളത്തിലാണെങ്കിൽ നമുക്ക് മമത അല്ലെങ്കിൽ മലയാളിക്ക് പരിചിതമായ 2 സ്ത്രീമുഖങ്ങളുണ്ട്, അഭിരാമിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പോലീസായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു കള്ളൻ്റെ വേഷം പോലെ ഒരാളുണ്ട്, അത് പോലീസിന് ഇൻഫോർമർ പോലെ. അയാളുടെയൊക്കെ അഭിനയം ഗംഭീരമാണ്. കിട്ടിലും പെർഫോമൻസാണ്. പോലീസായാലും അല്ലാത്ത ആൾക്കാരും അതിലൊന്നിച്ച് വർക്ക് ചെയ്യുന്ന പോലീസുകാരുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഈ പോലീസിന് ഇൻഫോമറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെ ഉണ്ട്. ഗംഭീര ആക്ടിങ്ങാണ്. ഒരു ചില സീനുകളൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അഭിനയങ്ങളുണ്ട്. അതുപോലെ വിജയ് സേതുപതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഗംഭീര പെർഫോമൻസാണ്, അടിപൊളി പെർഫോമൻസാണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അതിൽ സിനിമ പല രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയ ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റ് വിജയ് സേതുപതി അറിയാതെ അതിൽ ഇൻവോൾവ് ആവുകയും പിന്നീട് ആ കഥ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റവും ഒക്കെയാണ്. അവസാനം പിന്നെ ആ സിനിമ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ആ സിനിമയുടെ കഥ അവസാനിക്കുകയും ചെയ്യുന്നു. വളരെ ഇൻറ്റിമസിയുള്ള സീനുകളുണ്ട്. അതായത് നമുക്ക് ഇൻറ്റിമസി പറഞ്ഞ സ്നേഹം, അതായത് അച്ഛനും കുട്ടിയും തമ്മിലുള്ള സ്നേഹമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അനുരാഗ് കശ്യപിൻ്റെ ക്യാരക്ടർ വളരെ ഗംഭീരമായ ക്യാരക്ടറാണ്. വിജയ് സേതുപതിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ക്യാരക്ടറാണ് അനുരാഗ് കശ്യപിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഇവർ 2 പേരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട അഭിനയം. 2 പേരും 2 ആംഗിളിൽ നിന്നുകൊണ്ട് നല്ല രസമായിട്ടാണ് അഭിനയിക്കുന്നത്. ക്രൂരമായ സീനുകളൊക്കെ ഉണ്ട്, ചിലത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത വില്ലനിസമൊക്കെ ഉണ്ട്. അതുപോലെ നായകൻ്റെ ഹീറോയിസും ഉണ്ട് ഒരു പരിധിവരെ. ഹീറോയിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ഓഫ് മോഡ് പോകുന്നൊരു ഹീറോയിസാണ്. പക്ഷേ വില്ലൻ്റെ ഒരു ഭയങ്കരമായ വില്ലനിസം കാണാൻ സാധിക്കും നമുക്ക് മറ്റൊരു രീതിയിൽ. അത് സിനിമയെ സ്പോയിലർ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്, എല്ലാം തൊട്ടുവിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കൊരു സിനിമ കാണാൻ താല്പര്യമുണ്ട്, ഒരു നല്ല ഒരു ത്രില്ലർ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ കാണാൻ പോകാം. ഇതൊരു നല്ല മൂവിയാണ്. വിജയ് സേതുപതിക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട് തന്നെ ഈ സിനിമ അദ്ദേഹത്തിൻ്റെ 50ാമത്തെ പടം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ല അസൽ പടമാണ്, ഒരു രക്ഷയില്ല. എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ റോള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചെറുതും വലുതുമായ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ, പോലീസുകാരാവട്ടെ അല്ല മറ്റ് ബാർബർ ഷോപ്പിലുള്ള ക്യാരക്ടേഴ്സ്. തുടക്കം തന്നെ ഒരു പാട്ടിലൊക്കെയാണ് തുടങ്ങുന്നത്. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ മറ്റേ സീനുകളൊക്കെ വരുന്നത്. ചില ട്രാജഡികളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു തമിഴ് സിനിമ കാണുമ്പം കിട്ടുന്ന, ഇത് മലയാളത്തിലേക്ക് വന്നാൽ ചിലപ്പോൾ മലയാളീകരിച്ച് ഒരു സിനിമ മലയാളത്തിലാണ് വന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളിത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുന്നില്ല. പക്ഷെ തമിഴിൽ കാണുമ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫീലുണ്ട്. അത്രയും നന്നായിട്ട് ആ സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കാണുക. മഹാരാജ ഒരു ഗംഭീര സിനിമയാണ്.